ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചിക്കൻ പിസ്സൻ്റെ റെസിപ്പിയാണ്. ഇതിൽ തന്നെ പിസ്സ സോസും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പിസ്സൻ്റെ ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 240 ml കപ്പാണ്. അതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാട്ടാണ് ചേർത്തിട്ടുള്ളത്. ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതല്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട്. അഥവാ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് വെച്ചിട്ട് അതൊന്ന് പൊങ്ങാൻ വെക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിനി ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പം ഇളം ചൂടുവെള്ളത്തിലാട്ടാണ് കുഴച്ചെടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് നോക്കി നോക്കി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഒപ്പരം തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൂസായി പോവും മാവ്. ഇത് ഈ ഒരു രീതിയിൽ നല്ല ലൂസല്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കാം. പക്ഷേങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിനി ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതേപോലെ ഈ ഡോൻ്റെ മേലെയും കുറച്ച് ഓയിൽ ഈ ഒരു രീതിയിലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഒരു 1.5-2 മണിക്കൂർ എന്തായാലും വെക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബ്രസ്റ്റ് പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്വയറായിട്ട്. ഇതിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ നമ്മൾ സാധാരണ പൊരിക്കുന്ന പോലെ തന്നെയായിട്ടാണ് ചിക്കൻ പൊരിക്കുന്നത്. എക്സ്ട്രാ പൊടികളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഫ്രൈ ആക്കുന്ന സമയത്ത് ഓവറായിട്ട് ഫ്രൈ ആക്കാണ്ട് നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ പോയിപ്പോവും, ഒരു പൊട്ടുന്ന രീതിയിലായിപ്പോവും. അങ്ങനെ ആക്കാണ്ട് ചെറിയ രീതിയിൽ മാത്രം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. അടുത്ത നമുക്ക് പിസ്സൻ്റെ സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലുപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ തക്കാളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ തക്കാളിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇത് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വരഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാനിപ്പം ചെറിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിത് ഒരു പിസ്സയെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പിസ്സ സോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് സാധനങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി കുറച്ചിട്ടെടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പിസ്സൻ്റെ എണ്ണത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് 2 വിസിൽ അടുപ്പിച്ചിട്ടെടുക്കാം. 2 വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തക്കാളിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ആ തക്കാളിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്നത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഒറേഗാനോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക്
ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്ന സമയത്ത് തക്കാളിൻ്റെ പുളി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കുറച്ച് പുളി കുറവായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് നല്ല പുളി കൂടുതലാണെങ്കിൽ അത് ബാലൻസ് ചെയ്തിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ നമുക്കൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ അതവിടെ വറ്റിച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പൊടി ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ 2.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പേ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2.5 മണിക്കൂർ എനിക്ക് വെക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ കുറച്ചൊന്ന് പൊടിയിട്ടിട്ട് ഇതൊന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ബാലൻസ് ആക്കി എടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെറിയൊരു സ്റ്റാൻഡ് അടിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ സാധാ മൂടിയാട്ടോ എടുത്തിട്ടുള്ള. മൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പെല്ലാം മൂടുന്ന, എല്ലായിടത്തും എന്താ പറയുകയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിൽ മൂടി എന്നാട്ടാ പറയാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലുള്ള മൂടിയാട്ടാ ഞാൻ എടുത്തിട്ടുള്ള. അതല്ലെങ്കിൽ നമ്മളെ കേക്കിൻ്റെ പരന്ന ടൈപ്പ് ടിന്നുണ്ടെങ്കിൽ, കേക്ക് വെക്കുന്ന ആ ടിന്നുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് അതിലേക്ക് ഫസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, മറക്കാണ്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഡോ ഈ ഒരു രീതിയിൽ പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സെൻറ്ററിന്ന് ഈ ഒരു രീതിയിൽ പരത്താൻ വേണ്ടി നോക്കാം. എന്നിട്ട് ഞാനിതാ അത് കംപ്ലീറ്റ് ആയിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. ഫോർക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പപ്പടത്തിൻ്റെ ആ ഒരു കമ്പി യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഹോളിട്ട് കൊടുക്കും. ഇതിൻ്റെ അറ്റത്തൊഴിച്ചിട്ട് ബാക്കി എല്ലാ ഏരിയയിലും ഹോളിട്ട് കൊടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരാണ്ടിരിക്കണ്ടേട്ടാ ഹോളിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിസൻ്റെ സോസ് ഈ ഒരു രീതിയിൽ ഇതിന് മേലെ ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസാട്ടാ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ചീസിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ചീസിൻ്റെ സ്ലൈസ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. അതിന് മേലെ എന്നിട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സ്ലൈസ് വെക്കുന്നില്ല, മൊസറല്ല ചീസ് തന്നെയാട്ടോ ഡയറക്റ്റായിട്ട് ഇട്ടിട്ടുള്ള. അപ്പോൾ ഇതാ ചീസ് ഇട്ട ശേഷം പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഒലീവ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് അതെല്ലാം ഈ ഒരു രീതിയിൽ അതിന് മേലെ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് നീളത്തിലായിട്ടാണ് കട്ട് ചെയ്ത്, അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം റെഡ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, റെഡ് കുറച്ച് എരിവുള്ളതാണ്. അപ്പോൾ കുട്ടികളെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ റെഡിൻ്റെ അളവ് കുറച്ചിട്ട് ഗ്രീന് കുറച്ച് കൂട്ടി വെക്കാം. പിന്നെ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച് ആ ഒരു ചിക്കന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പം ക്യാപ്സിക്കം റെഡും ഗ്രീനും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് ഒലീവ്സ് വെച്ച് കൊടുക്കാം. ഒലീവ്സ് ഉണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് അതിന് മേലെ കുറച്ചും കൂടി മൊസറല്ല ചീസ് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മേലെ കുറച്ച് ഒറിഗാനോ കൈ കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മേലെ കുറച്ചൊന്ന് ചില്ലി ഫ്ലേക്സ് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലുള്ള പാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ പിസ്സ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ പിസ്സ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് 20 മിനിറ്റ് വന്നിട്ടുണ്ട്. ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. 15-20 ആ ഒരു മിനിറ്റിനുള്ളിൽ എന്തായാലും ആയി കിട്ടും. അപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അതാ ചീസെല്ലാം നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.